Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BSc സബ്ജക്റ്റ്, അതായത് സയൻസ് ഉൾപ്പെടെയുള്ള BSc സബ്ജക്റ്റുകളിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് 4 ഇയർ ഡിഗ്രിയിൽ ന്യൂ സിലബസ് ആണ് വന്നിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ പുതിയ സിലബസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് PDF ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് വരുന്നത് മലയാള സാഹിത്യ ആസ്വാദനം എന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് 5 മൊഡ്യൂളുകളാണുള്ളത്. 5 മൊഡ്യൂളുകളിൽ 4 മൊഡ്യൂള് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. 5ാമത്തെ മൊഡ്യൂള് നിങ്ങളുടെ കോളേജിലെ അധ്യാപകരാണ് അതിൽ ഏതൊക്കെ ചാപ്റ്റർ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അത് ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളതിൻ്റെ സൂചനകൾ യൂണിവേഴ്സിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ സിലബസ് മാറിയതുപോലെ തന്നെ ഡിഗ്രി എക്സാമിൻ്റെയൊക്കെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതായത് സീലിംഗ് മാർക്ക് ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉടനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. എന്നാൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. 1ാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് അനുഭവ വ്യാഖ്യാനങ്ങൾ എന്നതാണ്. മലയാളത്തിലെ അനുഭവ വ്യാഖ്യാനങ്ങളിലെ വ്യത്യസ്ത ജനുസുകളുടെ ആഖ്യാനപരമായിട്ടുള്ള സവിശേഷതകളും ചരിത്രവും, അതിനെക്കുറിച്ചൊരു സാമാന്യ അവലോകനാണ്. വിവിധ മാധ്യമങ്ങളിലുള്ള ആത്മകഥ, ജീവചരിത്രം, സ്മരണ, അനുഭവമെഴുത്ത്, ആത്മകഥ, കേട്ടെഴുത്ത്, യാത്രാഖ്യാനം, അഭിമുഖം എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കാനുണ്ടാവുക. 2ാമത്തെ യൂണിറ്റിൽ വരുന്നത് ആത്മകഥയാണ്. ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോബർട്ട് പനിപ്പിള്ള എഴുതിയിട്ടുള്ള കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിലെ കടലടിത്തട്ടിലെ മായാക്കാഴ്ചകൾ എന്ന ആത്മകഥയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. 3ാമത്തെ യൂണിറ്റിൽ ഒരു സഞ്ചാര സാഹിത്യമാണ്. വി മുസഫർ അഹമ്മദിൻ്റെ മരുമരങ്ങൾ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിൽ നിന്നെടുത്ത റുബുൽ ഖാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അടുത്ത യൂണിറ്റ് അഭിമുഖമാണ്. അത്ഭുതം വിരിയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല. MS സ്വാമിനാഥനാണ് ഇത് എഴുതിയിരിക്കുന്നത്. PT മുഹമ്മദ് സാദിഖ് നടത്തിയിട്ടുള്ളൊരു അഭിമുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. 1ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ യൂണിറ്റാണ് ജീവിതാഖ്യാനം. ലോകങ്ങളുടെ അന്തകൻ, ഓപ്പൺ ഹെയ്മർ ആറ്റം ബോംബുണ്ടാക്കിയ കഥ, ബാബു രാമചന്ദ്രൻ എഴുതിയതാണ്. അത് വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിലെ 151ാമത്തെ എപ്പിസോഡിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. 2ാമത്തെ മൊഡ്യൂള് കഥാസാഹിത്യത്തിൻ്റേതാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റ് വന്നിരിക്കുന്നത് ചെറുകഥയുടെ സവിശേഷതകളും മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിൻ്റെ ചരിത്രവും, അതിനെക്കുറിച്ചൊരു സാമാന്യ അവലോകനാണ്. 2ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ യൂണിറ്റ് വന്നിരിക്കുന്നത് ഒരു ചെറുകഥ തന്നെയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്ന ചെറുകഥ. അടുത്ത യൂണിറ്റും ഒരു ചെറുകഥയാണ്. GR ഇന്ദുഗോപൻ എഴുതിയ കരിമ്പുലി എന്ന ചെറുകഥ. 4ാമത്തെ യൂണിറ്റ് വന്നിരിക്കുന്നത് നോവലിൻ്റെ സവിശേഷതകൾ, മലയാള നോവലിൻ്റെ ചരിത്രം, ഇതിനെക്കുറിച്ചൊരു സാമാന്യ അവലോകനാണ്. ഇനി ഈ മൊഡ്യൂളിലെ അവസാന യൂണിറ്റ് അത് ഉറൂബിൻ്റെ മിണ്ടാപ്പെണ്ണ് എന്ന നോവലാണ്. 3ാമത്തെ മൊഡ്യൂള് കവിതകളുടേതാണ്. കവിത എന്ന സാഹിത്യ രൂപത്തിൻ്റെ സവിശേഷതകളും മലയാള കവിതാ സാഹിത്യ ചരിത്രവും, അതിനെക്കുറിച്ചൊരു സാമാന്യ അവലോകനാണ് ആദ്യത്തെ യൂണിറ്റിൽ തന്നിരിക്കുന്നത്. അടുത്ത യൂണിറ്റിൽ മലയാളത്തിലെ പ്രസിദ്ധ കവികൾ, കവിതകൾ, ഇവയെക്കുറിച്ചൊരു സാമാന്യ പരിചയം. 3ാമത്തെ യൂണിറ്റിൽ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ യൂണിറ്റ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ സർപ്പക്കാട് എന്ന കവിതയും. ഈ മൊഡ്യൂളിൽ അവസാന യൂണിറ്റ് വന്നിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ മാനസാന്തരം എന്ന കവിതയുമാണ്. 4ാമത്തെ മൊഡ്യൂള് ദൃശ്യകലാ സാഹിത്യത്തിൻ്റേതാണ്. ദൃശ്യകലാ സാഹിത്യം, ദൃശ്യകലാ സംബന്ധിയായിട്ടുള്ള സാഹിത്യ രൂപങ്ങളുടെ വൈവിധ്യവും സവിശേഷതകളും സാമാന്യ പരിചയം, ഇതൊക്കെയാണ് ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റ് A ശാന്തകുമാർ എഴുതിയ കൂവാകം എന്നൊരു നാടകമാണ്. 3ാമത്തെ യൂണിറ്റ് സുദേവൻ രചിച്ചിട്ടുള്ളൊരു സിനിമയാണ് കേട്ടോ, തട്ടുംപുറത്തപ്പൻ എന്ന സിനിമ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത യൂണിറ്റ് ചലച്ചിത്രഗാനത്തിൻ്റേതാണ്.
അതായത് ചലച്ചിത്ര ഗാനത്തിലെ ചരിത്രം, സംസ്കാരം, ഭാഷ, പരിണാമം എന്നിവയെ മുൻനിർത്തിയുള്ള ഒരു വിശകലനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഗാനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന വയലാറിൻ്റെ ഒരു മനോഹരമായ ഗാനമാണ് പഠിക്കാനുള്ളത്. അടുത്ത ഒരു ചലച്ചിത്ര ഗാനം അഞ്ചുശരങ്ങളും പോരാതെ മന്മഥൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരികൾ, സിനിമ പരിണയാണ്. യൂസഫ് അലി കേച്ചേരിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സിനിമാ ഗാനം അശുഭമംഗളകാരി, സുഹൈൽ കോയ രചിച്ചിട്ടുള്ള സൂപ്പർ ശരണ്യ എന്ന സിനിമയിലെ ഗാനമാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിനിമാ ഗാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് 5ാമത്തെ മൊഡ്യൂളാണ്. ഞാൻ മുന്നേ പറഞ്ഞു ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അധ്യാപകരാണ്. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായി ബന്ധം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് സാഹിത്യ ശില്പശാല, 2 നാടക കളരി, 3 ചലച്ചിത്ര ശില്പശാല, 4 സാഹിത്യ സംവാദങ്ങൾ, 5 ചലച്ചിത്ര ഗാനങ്ങളുടെ പരിണാമം. ഇതാണ് നിങ്ങളുടെ പുതിയ സിലബസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എല്ലാവരും അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.